കഴിഞ്ഞ വെള്ളിയാഴ്ചയെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളെ കർത്താവ് നമുക്ക് തന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്താൽ കർത്താവ് നമ്മെ നിറച്ചു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു, കർത്താവിനെ ക്രൂശിച്ച് കൊന്നുകളയുവാൻ മനുഷ്യർ തീരുമാനിച്ചു. സാത്താന്യ ലോകവും അതിന് പിന്തുണ കൊടുത്തു. യേശുവിനെ നശിപ്പിച്ചാൽ എല്ലാം അവസാനിക്കുമെന്ന് സാത്താന്യ മണ്ഡലം പ്രതീക്ഷിച്ചു, ദുഷ്ടമനുഷ്യരും പ്രതീക്ഷിച്ചു. എന്നാൽ ആ കഷ്ടതയുടെ പാനപാത്രം കുടിക്കുന്നതിലൂടെ അതിലൊരു ജയമെടുത്ത് പുറത്തു വരുവാനുള്ളൊരു ദൈവ പദ്ധതി യേശുവിൽ ഉണ്ടായിരുന്നു. അവർ യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു, പാതാളത്തിന് ഏൽപ്പിച്ചു. യേശു അത് കൈക്കൊണ്ട് അത് വരിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലെടുത്ത് പുറത്ത് വന്ന് ജയാളിയായി കർത്താവ് തൻ്റെ മക്കളെ വന്ന് കണ്ടു. ഹല്ലേലൂയ. കഷ്ടതയുടെ കൈപ്പുനീർ പാത്രവും അങ്ങുയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്ന, കഷ്ടതയുടെ കൈപ്പുനീർ പാത്രവും അങ്ങുയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്ന, ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ പകരണമേ. ആപത്തു വേളകളിൽ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കഷ്ടതയുടെ പാനപാത്രം കർത്താവ് കുടിച്ചു. പക്ഷേ സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി കർത്താവ് ആ പാനപാത്രത്തെ കുടിച്ചു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള കഷ്ടതയെ ജയിക്കുവാനുള്ള ജയം യേശുവിലുണ്ട്. യേശുവിലായി മാറുന്ന ദൈവത്തിൻ്റെ മക്കൾ ആ ജയത്തെ സ്വന്തമാക്കാം. സകലത്തിൻ്റെ മേലും ജയിച്ച ഒരു യേശുവിനെ നമുക്ക് കാണാം. പാപത്തെ ജയിച്ച യേശു, ലോകത്തെ ജയിച്ച യേശു, മരണത്തെ ജയിച്ച യേശു, സാത്താനെ ജയിച്ച യേശു, പാതാളത്തെ ജയിച്ച യേശു. കർത്താവ് പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അനേക അധികാരങ്ങൾ സ്വന്തമാക്കിയ കർത്താവ് ദൈവമായിരിക്കെ യേശുവിനെല്ലാം ഉണ്ട്. എന്നാൽ എല്ലാം മാറ്റിവെച്ച് നമ്മിലൊരുവനെ പോലെ ഒരു സാധാരണ മനുഷ്യനായി സീറോ കണ്ടീഷനിൽ ഈ ഭൂമിയിൽ വന്ന് കർത്താവ് തെളിയിക്കുകയാണ്, സീറോ കണ്ടീഷനിൽ നിന്നും നിങ്ങൾക്കും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിപടിയായി ആത്മാവിൽ വളർന്ന് ആത്മാവിൽ ഉയർന്ന് കയറി വരാമെന്ന് കർത്താവ് നമുക്ക് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്ന് പറയുന്നത്. യേശുവിനോട് ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ ബലവാനായ കർത്താവിനോട് ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ ജയിച്ച യേശുവിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് ബലമുണ്ടാകും, നമുക്കും ജയിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. എല്ലാവരും സ്തുതി സ്തോത്രങ്ങളോടുകൂടി ഇരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാം. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് രൂപാന്തരം പ്രാപിച്ച ശരീരത്തെക്കുറിച്ചാണ്. ഒരു മലമുകളിൽ യേശു കർത്താവ് തൻ്റെ 3 ശിഷ്യന്മാരുമായി കയറി പോവുകയാണ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് 3 പേരുമായി കയറി പോവുകയാണ്. അവിടെ പോയി കർത്താവ് രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ തൻ്റെ സാധാരണ ശരീരത്തിൽ അല്ല യേശുവിനെ കണ്ടത്, മറ്റൊരു തേജസ് വെളിപ്പെടുത്തുന്ന പ്രകാശമമിക്കുന്ന ഒരു ശരീരത്തെ യേശുവിൽ ശിഷ്യന്മാർ കണ്ടു. മാത്രമല്ല
അവരുടെ പൂർവികരായ പ്രവാചകന്മാരായ മോശയും ഏലിയാവും യേശുവിൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്നതും ശിഷ്യന്മാർ കണ്ടു. ഈ കാഴ്ച അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും അവർ കേൾക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു രൂപാന്തരത്തിലേക്ക് ദൈവം തൻ്റെ മക്കളെയും നടത്തുന്നു എന്നുള്ള ഒരു കാര്യത്തെയാണ് അതിലൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഹല്ലേലൂയ. ആ മറുരൂപാമലയിൽ രൂപാന്തരം പ്രാപിച്ച അവസ്ഥയിൽ നമ്മെയും ആക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ശരീരം വേദന അനുഭവിക്കുന്ന ശരീരം, ദാഹിക്കുന്ന ശരീരം, വിശക്കുന്ന ശരീരം, ക്ഷീണിക്കുന്ന ശരീരം, ഉറക്കം വരുന്ന ശരീരം, അങ്ങനെ ഒരു ശരീരത്തെ, ബലഹീനമായൊരു ശരീരത്തെയാണ് നമുക്ക് ഇന്ന് നമ്മിൽ ഉള്ളത് എങ്കിലും ഈ ശരീരം മാറി അമർത്യമായൊരു ശരീരത്തെ, മരണമില്ലാത്തൊരു ശരീരത്തെ, ക്ഷീണിക്കാത്തൊരു ശരീരത്തെ, ഉറക്കമില്ലാത്തൊരു ശരീരത്തെ, രൂപാന്തരപ്പെട്ട മരണമില്ലാത്തൊരു ശരീരത്തെ, നിത്യതയുള്ളൊരു ശരീരത്തെ കർത്താവ് നമുക്കായി വെച്ചിരിക്കുന്നു. നിങ്ങൾക്കത് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുവേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കരമടിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ശരി, ഓക്കെ. ഹല്ലേലൂയ. ഓക്കെ, കം ബാക്ക്. യേശു കർത്താവ് ആ കഷ്ടതയുടെ പാനപാത്രം കുടിച്ചു, കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ചു, കർത്താവ് ക്രൂശിൽ മരിച്ചു. എന്നാൽ താൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ലോകം മുഴുവനും ഇന്ന് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മിക്കുമ്പോൾ, ഈസ്റ്ററായി ആഘോഷിക്കുമ്പോൾ, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വത്തെയും തേജസ്സിനെയും അനുഭവത്തെയുമാണ് ദൈവസഭ ഇന്ന് സ്വന്തമാക്കേണ്ടതും. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവസഭ ഇന്ന് വെളിപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. എല്ലാ വർഷവും കർത്താവിനെ ക്രൂശിക്കുന്നില്ല, എല്ലാ വർഷവും കർത്താവ് ഉയർത്തെഴുന്നേൽക്കൊന്നുമില്ല. ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ രാജാതി രാജാവായി പിതാവിൻ്റെ വലത് ഭാഗത്ത് യേശു കർത്താവ് വാഴ്ച നടത്തുകയാണ്. ഹല്ലേലൂയ. നമ്മയും ആ പൊസിഷനിലേക്ക് കൊണ്ടുപോകുവാനാണ് കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നത്. എന്തിനാ യേശു കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നത്? താൻ ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കർത്താവ് കയറിപ്പോയിട്ടില്ല. പോയി പിതാവിൻ്റെ വലതു ഭാഗത്തുള്ള ഒരു താഴ്ന്ന അനുഭവത്തിലാണ് കർത്താവ് പോയി ഇരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? നമുക്ക് വേണ്ടി പക്ഷപാതം വഹിക്കുവാൻ, നമുക്ക് ചില ഗൈഡൻസുകൾ തരുവാൻ. ഭൂമിയിൽ താൻ ഒരു ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് എടുക്കുവാൻ. ഭൂമിയിൽ ചിലത് താൻ വിതച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊയ്തെടുക്കുവാനുള്ള ഒരു കാത്തിരിപ്പ് യേശു കർത്താവ് പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് ആ കാത്തിരിപ്പിൽ താൻ ആയിരിക്കുകയാണ്. വേഗത്തിലൊരു കൊയ്ത്ത് ഈ ഭൂമിയിൽ കാണുവാൻ കഴിയുമെന്ന് യേശുവിനറിയാം. ഒരു ആത്മീകമായ കൊയ്ത്ത്, ഒരു തേജസ്സിൻ്റെ കൊയ്ത്ത്, പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്ന ഒരു കൊയ്ത്തിൻ്റെ അനുഭവത്തെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുവാനൊക്കെ കർത്താവ് കാത്തിരിക്കുകയാണ്. യേശുദാൻ രൂപാന്തരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയെങ്കിൽ അതോട് ഒപ്പം തീർന്നു പോയിട്ടില്ല. ഇനി അനേകർ യേശു മുഖാന്തരം ഇതുപോലെ കയറിപ്പോകുവാനുണ്ട്. നിങ്ങളിൽ എത്ര പേർ അങ്ങനെ കയറിപ്പോകുവാൻ റെഡിയാണ്? ഓക്കെ, ചിലർ ആലോചിക്കുകയാണ്, കൊണ്ടുപോയിട്ടല്ലേ ഞാൻ പോകാൻ. എന്നാൽ കർത്താവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വന്നാൽ, കർത്താവിൻ്റെ വഴിയിൽ വന്നാൽ നമ്മളങ്ങ് പൊക്കോളും. ഹല്ലേലൂയ. പോകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ട. കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഒരു അനുഭവത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോയാൽ മതി. ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ പോവുകയുള്ളൂ. യാദൃശ്ചികമായ ആരും സ്വർഗത്തിലെത്തില്ല, യാദൃശ്ചികമായ ആരും ദൈവരാജ്യത്തിലെത്തില്ല. അതിനായി കർത്താവിൻ്റെ വചനപ്രകാരം തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവർ മാത്രമേ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തൊരു കൈ പിടിച്ച് പറഞ്ഞേ, ഭാഗ്യം കൊണ്ടോ യാദൃശ്ചികമായോ
ആക്സിഡൻ്റലിയോ ആരും സ്വർഗത്തിൽ പോകില്ല. ഓക്കെ, കർത്താവിൻ്റെ രാജ്യത്തിലെത്തുവാൻ ഒരു ശ്രമവും നടത്താത്തവർ ഉറപ്പായും പോകുന്നൊരു സ്ഥലമുണ്ട്. എവിടെ പോകും? നരകത്തിൽ പോകുമെന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ അടുത്ത് ചോദിച്ചാൽ മതി, അവിടെ പോയിട്ട് ചോദിച്ചാൽ മതി. ശരി, അപ്പോൾ കർത്താവിനെ കൈക്കൊണ്ട്, ആ വചനം കൈക്കൊണ്ട് കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഈ ശരീരത്തിൽ മാത്രമല്ല, ആത്മാവിലും അവർ നശിച്ചു പോവുകയില്ല. ദൈവത്തിൻ്റെ ഉന്നതമായ മഹത്വങ്ങളെ ദൈവത്തിൻ്റെ ജനം സ്വന്തമാക്കും. ഹല്ലേലൂയ. ഓക്കെ, കർത്താവ് ഉയർത്തുന്നതിന് ശേഷമുള്ള ചില സംഭവങ്ങളെ നമുക്ക് ധ്യാനിക്കാം. അതിനു മുന്നായി ഇതുപോലെ രൂപാന്തരം പ്രാപിച്ച ചില ഭക്തന്മാരുണ്ട്. ആ ഭക്തന്മാരെ കുറിച്ചും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാമോ? ഹാനോക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ, ஏனோக்கு மெத்துசலாவை பெற்றான். 300 வருஷம் தேவனோடே சஞ்சரித்து கொண்டிருந்து குமாரரையும் குமாரத்திகளையும் பெற்றான். 24-ാം വാക്യം, ஏனோக்கு தேவனோடே சஞ்சரித்து கொண்டிருக்கையில் കാണപ്പെടാമർ പോനാൻ, ദേവൻ അവനെ എടുത്തുകൊണ്ടാർ. ഓക്കെ, നോക്കിക്കേ, ഹാനോക്ക് എന്നൊരു മനുഷ്യനെ കുറിച്ച് വചനത്തിൽ പറയുന്നു. ദൈവം ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ചു. നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചു, മരണമില്ലാത്ത മനുഷ്യരെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന നിലയിലല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപത്താൽ അവൻ്റെ ശരീരത്തിൽ മരണം വന്നു. ഈ ഭൂമിയിൽ മൺമറഞ്ഞു പോകുന്ന ഒരു ശരീരത്തോടുകൂടി അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരിക്കലും നശിച്ചു പോകാത്തൊരു ശരീരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപത്താൽ അവൻ്റെ ശരീരത്തിൽ മരണം വന്നു. 1000 വർഷം എന്നുള്ള നിലയിലേക്ക് അവൻ്റെ ആയുസ് ചുരുങ്ങി. എന്നാൽ വീണ്ടും അവൻ പാപം ചെയ്തപ്പോൾ ദൈവം അവൻ്റെ ആയുസ്സിനെ വീണ്ടും വെട്ടിച്ചുരുക്കി 120 വർഷമാക്കി. കഴിഞ്ഞ നാളിൽ നമ്മൾ ചിന്തിച്ചു, ഇപ്പോഴും നമ്മുടെ ആയുസ് 120 ദൈവം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, ലൈഫ് സ്റ്റൈൽ കൊണ്ട് അവൻ 120 വയസ്സ് വരെ പോകുന്നില്ല. അതിൻ്റെ പകുതിയോ ഒക്കെ ഏകദേശം മാത്രമേ പോകുന്നുള്ളൂ. എന്നാൽ 120 എന്നുള്ളത് ദൈവം അനുവദിച്ചുവെങ്കിൽ അതിനപ്പുറവും ചില ഗ്രേസ് പീരീഡ് കൊണ്ട് ലൈഫ് നീട്ടിത്തരുന്ന ഒരു അനുഭവങ്ങൾ ദൈവമക്കൾക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം. അതിനുള്ള വാഗ്ദത്തങ്ങൾ തിരുവെഴുത്തിലുണ്ട്, തിരുവചനത്തിലുണ്ട്. ഈ വചനം കേട്ടുകൊണ്ട് മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്നുള്ളവർക്ക് ഈ നന്മകളൊന്നും സ്വന്തമാക്കാൻ പറ്റില്ല. എന്നാൽ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് പ്രയോഗിക്കുമെന്നുള്ളവർക്ക് ഈ മഹത്വം അനുഭവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം അനുഭവിക്കണം. തിരുവെഴുത്തിൽ അനേക മഹത്വങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. മരണഭയത്തിൽ ജീവിക്കേണ്ടതില്ല. ആമേൻ. ദുഃഖിതരായി ജീവിക്കേണ്ടതില്ല. വേദനയിലും കഷ്ടതയിലും ജീവിക്കേണ്ടതില്ല. യേശുവോട് ചേർന്നിരുന്ന മരണനിഴലിൻ്റെ താഴ്വരകളിലും കഷ്ടതയുടെ നാളുകളിലും ഒരു ജയത്തെ തന്ന് ആ കഷ്ടതയുടെ നാളുകളെല്ലാം മാറ്റി കണ്ണുനീരിനെ തുടച്ച് ഒരു വലിയ സമാധാനത്തെയും ഒരു വലിയ ആശ്വാസത്തെയും ഒരു വലിയ വിടുതലിനെയും വലിയ ജയത്തെയും നമ്മുടെ ജീവിതത്തിൽ കൽപ്പിക്കുന്ന സർവശക്തനായ കർത്താവ് നമുക്കായിട്ടുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കഷ്ടതയുടെ നാളുകളെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകണ്ട. യേശുവിനോട് ചേർന്നിരിക്കാമെങ്കിൽ, ലോകത്തെ ജയിച്ച ജയമുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കാമെങ്കിൽ കഷ്ടതയുടെ നാളുകളെ കർത്താവ് അവസാനിപ്പിക്കും. സന്തോഷത്തിൻ്റെ നാളുകളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കും. സമാധാനത്തിൻ്റെ നാളുകളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കും. രോഗത്തിൻ്റെ നാളുകളെ കർത്താവ് അവസാനിപ്പിക്കും. സൗഖ്യത്തിൻ്റെ നാളുകളെ കർത്താവ് കൽപ്പിക്കും. കർത്താവിൽ അനേക നന്മകളുണ്ട്. ആ നന്മകൾ സ്വന്തമാക്കുവാൻ തൻ്റെ മക്കളെ, തൻ്റെ സഭയെ കർത്താവ് വിളിച്ചിരിക്കുന്നു. ആ നന്മകൾ നമുക്ക് ഏറ്റെടുക്കാം. ആ നന്മകൾ നമുക്ക് സ്വന്തമാക്കാം. തൻ്റെ മക്കൾക്കായി അനേക ആശീർവാദങ്ങളെ, നന്മകളെ കർത്താവ് വെച്ചിട്ടുണ്ട്. ആ നന്മകളെ നമുക്ക് ഏറ്റെടുക്കാം. ഹാനോക്കിനെ കുറിച്ച് വചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നിങ്ങളിന്ന് ആരോട് കൂടെയാണ് നടക്കുന്നത്? നമ്മൾ ഒറ്റ വാക്കിൽ പറയും, ഞാനും ദൈവത്തോട് കൂടെ നടക്കുകയാണെന്ന്. എന്നാൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, സാത്താനോട് കൂടെയാണോ നടക്കുന്നത്, ദൈവത്തോട് കൂടെയാണോ നടക്കുന്നതെന്ന്. ഓക്കെ, ദൈവം ആരുടെ കൂടെ നടക്കും? നീതിമാനും നിഷ്കളങ്കനും
നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവരുടെയും കൂടെ ദൈവം നടക്കും. ഹാനോക്ക് അങ്ങനെയുള്ളൊരു ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടക്കുവാൻ സാധിച്ചു. നോഹ നീതിമാനാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സകല ജഡത്തെയും നശിപ്പിക്കുവാൻ തീരുമാനിച്ച ദൈവം നോഹയെ നശിപ്പിച്ചില്ല. കാരണം ആ ജഡത്തിൻ്റെ കൂട്ടത്തിൽ നോഹയെ കർത്താവ് കൂട്ടിയില്ല. നോഹയെ ഒരു വ്യത്യസ്തനായിരുന്നു. നോഹ എന്ന മനുഷ്യൻ അവനൊരു ആത്മമനുഷ്യനായിരുന്നു. നോഹ എന്ന മനുഷ്യൻ ഒരു നീതിമാനായിരുന്നു. നോഹ എന്ന മനുഷ്യൻ ദുഷ്ടനായിരുന്നില്ല, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. അതുകൊണ്ട് നോഹയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാണ്ടക്കവണ്ണമുള്ള ഒരു മനുഷ്യനായി നമുക്ക് മാറാമെങ്കിൽ ദൈവത്തിൻ്റെ ഉന്നതമായ അനേക നന്മകൾ നമുക്ക് സ്വന്തമാക്കാം. ഹല്ലേലൂയ. കഷ്ടതയിൽ ജീവിക്കുവാനല്ല കർത്താവ് തൻ്റെ സഭയെ വിളിച്ചിരിക്കുന്നത്. കഷ്ടതയെ വിശ്വാസത്താലും ദൈവവചനത്താലും പരിശുദ്ധാത്മ ശക്തിയാലും ജയിക്കുവാനാണ് കർത്താവ് തൻ്റെ സഭയെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കഷ്ടതയുടെ നാളുകളിൽ സഹിഷ്ണുതയോടുകൂടെ യാത്ര ചെയ്യാമെങ്കിൽ, അവിടെയും ദൈവസ്നേഹത്തിലും ദൈവത്തിലുള്ള ആശ്രയത്തിലുമായിരിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴെന്നില്ലാതെ വെളിപ്പെടും. ആ മരണ നിഴലിൻ്റെ താഴ്വരകളിൽ നിന്നും, ആ കഷ്ടതയുടെ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ തരും. ഒരു സമാധാനത്തെയും ഒരു സന്തോഷത്തെയും ഒരു ആശ്വാസത്തെയും ഒരു സൗഖ്യത്തെയും കർത്താവ് തന്ന് നമ്മെ ആശീർവദിക്കും. കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഇരിപ്പാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിപ്പാൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ വിടുതൽ നമുക്ക് സ്വന്തമാക്കാം. 91 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. പറ്റിയിരിക്കുന്നവർ, കൂടെ നടക്കുന്നവർ വിടുതൽ പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും. വരുവാനുള്ള ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലും ദൈവത്തിൻ്റെ വലിയ മഹത്വങ്ങൾ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യങ്ങൾ ദൈവജനത്തിന് സ്വന്തമാക്കാം. വിശ്വസിപ്പേൻ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ വലിയ മഹത്വകരമായ കാര്യങ്ങളെ ദൈവജനത്തിന് സ്വന്തമാക്കാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇവരെല്ലാം ദൈവത്തിൻ്റെ മഹത്വങ്ങൾ സ്വന്തമാക്കി. ഈ ഭൂമിയിൽ ദൈവമക്കൾ ജീവിക്കുമ്പോൾ തന്നെ ഇത് കഷ്ടതയുടെ നാളുകളാണ് ഈ ഭൂമിയിലെ ജീവിതമെന്ന് മുദ്രകുത്തി അവസാനിപ്പിക്കേണ്ട. യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മിൽ അധികം വെളിപ്പെടുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കാമെങ്കിൽ ആ അവസ്ഥകളെ കർത്താവ് മാറ്റും. ആനന്ദത്തിൻ്റെ ദിനങ്ങളും ഉല്ലാസത്തിൻ്റെ ദിനങ്ങളും സമാധാനത്തിൻ്റെ ദിനങ്ങളും സൗഖ്യത്തിൻ്റെ ദിനങ്ങളും ഈ ഭൂമിയിൽ തന്നെ തൻ്റെ ജനത്തിനായി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ തന്നെ വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ കൃപ ഈ ഭൂമിയിൽ തന്നെ വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈപിടിച്ച് പറഞ്ഞേ, കർത്താവിൻ്റെ കൂടെ നടക്കണം, യേശുവിൻ്റെ കൂടെ നടക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കണം. നിങ്ങളിങ്ങനെ കൈ പിടിച്ച് പറയുമ്പോഴേ അത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് കണ്ണുടച്ചിരുന്ന് പറയരുത്. പകരം കൈ പിടിച്ച് മുഖത്ത് നോക്കി പറയണം. ഓക്കെ? ഇതൊരു ഒരു എൻകറേജ്മെൻ്റ് ആണ്, ഒരു മോട്ടിവേഷനാണ്. വിശ്വാസികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില പ്രാക്ടീസിങ്ങുകൾ ഈ മെസ്സേജിനിടയിൽ, ആരാധനയിടയിൽ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ? അതിൽ അസ്വസ്ഥരാകരുത്. ആദ്യം അസ്വസ്ഥത ഉണ്ടായാലും പിന്നെ അസ്വസ്ഥത അങ്ങ് മാറിക്കോളും. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവത്തോട് കൂടെ നടക്കണം, യേശുവിൻ്റെ കൂടെ നടക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കണം. ആമേൻ. അങ്ങനെ നടന്നാൽ അതിൻ്റെ അനുഭവം ഒന്ന് വേറെയാണ്. ആമേൻ. മുഖം കണ്ടാൽ അറിയാം കർത്താവിൻ്റെ കൂടെയാണോ ലോകത്തിൻ്റെ കൂടെയാണോ എന്ന്. ലോകത്തിൻ്റെ കൂടെയാണെങ്കിൽ ഒരു നിരാശയുടെ മുഖവും ഒരു ദുഃഖമുഖവും ഉണ്ടാകും. എന്നാൽ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ കർത്താവിനെ സ്തുതിക്കുന്നതിലുള്ള ഒരു ദൈവ തേജസ്സും, ആമേൻ, ആ ദൈവത്തിൻ്റെ മഹത്വവും മുഖത്ത് പ്രകാശിക്കും. വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം
ലജ്ജിച്ചു പോയതുമില്ല. ചില സന്ദർഭങ്ങളിൽ ലജ്ജിക്കുന്ന അവസ്ഥകളിലൂടെ നടന്നു പോകേണ്ടി വന്നാലും, ആമേൻ, താഴ്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവ് കൂടെ ഇരിക്കും. ആ ലജ്ജകളെ കർത്താവ് എടുത്ത് മാറ്റും. ആ നിന്ദകളെ, പരിഹാസങ്ങളെ കർത്താവ് എടുത്ത് മാറ്റും. ആ താഴ്ചയുടെ അനുഭവങ്ങളെ കർത്താവ് എടുത്ത് മാറ്റും. യേശു കൂടെയുണ്ടെങ്കിൽ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ജീവിതത്തിൽ മാത്രമല്ല, ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കും, ആത്മാവിൽ മാറ്റങ്ങൾ സംഭവിക്കും, ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. യേശു കൂടെയുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ നമ്മെ ഒരുക്കിയ, പരിശുദ്ധാത്മാവ് കൂടെയുള്ളൊരു ജീവിതം ജീവിക്കുവാൻ നമ്മെ ക്രമീകരിച്ചാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ സംഭവിക്കും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ നമുക്ക് പല സ്ഥലത്തും കാണാം. ഏലിയാവിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഏലിയാവും ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവത്തിലാണ് ഈ ഭൂമിയിൽ ചില നാളുകൾ ജീവിച്ചത്. ചില നാളുകൾ തൻ്റെ ശരീരത്തിൽ തന്നെ ജീവിച്ചപ്പോഴും ഏലിയാവിൻ്റെ ജീവിതത്തെ നോക്കൂ, തൻ്റെ ശരീരത്തെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് നടക്കുന്ന അനുഭവത്തിലാണ് ഏലിയാവ് ജീവിച്ചത്. എങ്ങനെയാണ് ജീവിച്ചേ? തൻ്റെ ശരീരത്തെ പോലും ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ തന്നെ ആ നാളുകളിൽ പറയാറുണ്ട്, ഏലിയാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് വല്ല മലയിലോ വല്ല മരത്തിൻ്റെ മുകളിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ചേക്കാം എന്നാ പറയുന്നത്. ഏലിയാവ് മരത്തിൽ കയറി പോകുന്നതല്ല, ഏലിയാവ് മലയിൽ കയറി പോകുന്നതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിനെ ശരീരത്തോടുകൂടെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ തന്നെ അതിനെ മഹത്വകരമായ രീതിയിൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ, നമുക്കും ആ അനുഭവങ്ങളിലേക്ക് വളരാമെന്ന് ആഗ്രഹിക്കാമെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തൻ്റെ ജനത്തെയും ദൈവീക മഹത്വത്താലും തേജസ്സിനാലും കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞു, ഏലിയാവിനെ കുറിച്ച് പറയുന്നു. ഈ ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ മഹത്വകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ഭക്തന്മാരാണിവർ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു. ഏലിയാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേ. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു, ഏലിയാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. നമുക്ക് ഏത് അനുഭവത്തിൽ വേണമെങ്കിലും കയറി വരാം. ഏത് വേണം, കർത്താവിനോട് മാനസികമായി കർത്താവിനോട് ചേർന്നിരിക്കുവാനും കർത്താവിനെ സ്നേഹിപ്പാനും ഒരു ഉള്ളം നമുക്കുണ്ടെങ്കിൽ, ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, ഉയർന്ന ആത്മീക അനുഭവങ്ങളിലേക്ക് നമുക്ക് വളർന്നു വരാം, നമുക്ക് കയറി വരാം. ഹല്ലേലൂയ. ഏലിയാവ്, ഹാനോക്ക്, അങ്ങനെ. എന്നാൽ മോശയെക്കുറിച്ച് വചനം പറയുന്നു, മോശ ഒരു മലമുകളിൽ കയറി. മോശയുടെ മരണത്തിൽ മോശയുടെ ശരീരത്തെ ദൈവം ആർക്കും വിട്ടുകൊടുത്തില്ല, മനുഷ്യർക്കും വിട്ടുകൊടുത്തില്ല, സാത്താനും വിട്ടുകൊടുത്തില്ല. യൂദായുടെ പുസ്തകത്തിൽ മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിക്കുന്നു. എന്നാൽ ഒരു ഏഞ്ചൽ പറയുകയാണ്, ഒരു ദൂതൻ പറയുകയാണ്, കർത്താവ് നിന്നെ ഭക്ഷിക്കട്ടെ എന്ന് ആ ദൂതനോട് പറയുകയാണ്, ആ സാത്താനോട് പറയുകയാണ്. സാത്താൻ ശരീരത്തിൽ അവകാശം പറയാൻ കഴിയില്ല. മോശയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഉള്ളത് കൊണ്ട് സാത്താൻ അവകാശം പറയാൻ പറ്റില്ല. മോശയുടെ ശരീരത്തെ അടക്കം ചെയ്യുവാൻ പോലും ഇസ്രായേൽ ജനത്തിന് ദൈവം വിട്ടുകൊടുത്തില്ല. വചനം പറയുന്നു, ദൈവം അടക്കം ചെയ്തു. അതുകൊണ്ട് മോശയുടെ ശരീരത്തെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ മർരൂബ മലയിൽ ഇറങ്ങി വന്നവരുടെ കൂട്ടത്തിൽ മോശയും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു പുതിയ ശരീരത്തോടുകൂടെ മോശ ഇറങ്ങി വന്നു. ആ ശരീരം ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ ശരീരം പോലുള്ളതല്ല. മരണമില്ലാത്തൊരു ശരീരം, വേദനയില്ലാത്തൊരു ശരീരം, ക്ഷീണമില്ലാത്തൊരു ശരീരം, ആമേൻ, ആർക്കും ആക്രമിക്കുവാൻ കഴിയാത്തൊരു ശരീരം. അങ്ങനെ ഒരു രൂപാന്തരം പ്രാപിച്ച ഒരു ശരീരത്തോടുകൂടെ മോശ യേശുവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. തേജസ്സുള്ളൊരു ശരീരത്തോടുകൂടെ മോശ യേശുവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. അങ്ങനെ ഒരു ശരീരത്തെ കർത്താവ് തൻ്റെ ജനത്തിനും തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ നാളുകൾ ദൈവ തേജസ്സുള്ള അനേക ദൈവപുത്രന്മാർ ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടുന്ന നാളുകളാണ്. ചില നാളുകൾ അവർ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ദൈവം അവരെ ഭൂമിയിൽ നിന്നും ഹാനോക്കിനെ പോലെയും ഏലിയാവിനെ പോലെയും എടുത്തുകൊള്ളുകയില്ല. ചില നാളുകൾ ഈ ശരീരത്തിൽ തന്നെ ദൈവ തേജസ്സിനെ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൻ്റെ മക്കൾ ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ അങ്ങുമിങ്ങും സഞ്ചരിക്കേണ്ടുന്ന ഒരു നാളുകളിലേക്ക്, ഒരു കാലത്തിലേക്ക്, ഒരു യുഗത്തിലേക്ക് കർത്താവ് തൻ്റെ സഭയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവജനത്തെയും ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോകുന്ന ദൈവജനത്തെയും അനേകരെ ഈ നാളുകളിൽ കാണുവാൻ കഴിയും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം ഓരോരുത്തരും ആ നിലവാരത്തിലേക്ക് വളർന്നു വരുവാൻ നമുക്കും ആഗ്രഹിക്കാം. നമുക്ക് പറയാം, ഞാൻ കർത്താവിനെ സ്തുതിക്കും, ലോകത്തിൻ്റെ മോഹങ്ങൾ എനിക്ക് വേണ്ട, പാപത്തിൻ്റെ വശീകരണങ്ങൾ എന്നിൽ ജയിക്കേണ്ട, ദുഷ്ടതയുടെ വഴികൾ എനിക്ക് വേണ്ട, യേശുവിലുള്ള സ്നേഹം എന്നിൽ നിറഞ്ഞിരിക്കട്ടെ, ദൈവ ഭയം എന്നിൽ ഉണ്ടായി വരട്ടെ, ദൈവഭക്തി എന്നിൽ നിറഞ്ഞിരിക്കട്ടെ, ആത്മാവിൻ്റെ ഉന്നതമായ അനുഭവങ്ങൾ എനിക്ക് വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാമോ? ആത്മാവിൻ്റെ ഉന്നതമായ അനുഭവങ്ങൾ എന്നിൽ വേണം. ആ വലത് കരത്തെ തലമേൽ വെച്ച് ഇങ്ങനെ പറയാമോ? എൻ്റെ ശരീരത്തിലൊരു രൂപാന്തരം ഉണ്ടാകട്ടെ. നെഞ്ചോട് കരങ്ങളെ വെച്ച് പറയുവേൻ, എൻ്റെ ഉള്ളത്തിലൊരു രൂപാന്തരം സംഭവിക്കട്ടെ, എൻ്റെ ആത്മാവിലൊരു രൂപാന്തരം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ മുഴുവനും ഏറ്റെടുക്കട്ടെ. ഓക്കെ, ഏലിയാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് നടന്നു. അമേൻ, അമേൻ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികളിൽ നമ്മൾ നടന്നാൽ ദൈവാത്മാവ് അധികം ആഴമായി നമ്മുടെ മേൽ പ്രവർത്തിച്ചു തുടങ്ങും. ആ ആഴങ്ങളിൽ വന്ന മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാനോക്ക്, ഏലിയാവ് തുടങ്ങിയവരെല്ലാം ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് കൂടെ നടക്കുന്ന അനുഭവവും ആത്മാവ് തന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന അനുഭവങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായത്. ഏലിയാവിനെ നോക്കൂ, ആർക്കും തൊടുവാൻ പോലും കഴിയില്ല. അനേക വെല്ലുവിളികളുണ്ട്, അനേക ശത്രുതകളുണ്ട്. എന്നാൽ ഏലിയാവിനോട് അടുത്ത് വരുമ്പോൾ തന്നെ സ്വർഗം പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഏലിയാവ് ജീവിച്ചത്. ഏലിയാവിനെ ലോകമനുഷ്യർ തൊടുവാൻ ശ്രമിച്ചാലും സാത്താന്യ മണ്ഡലം തൊടുവാൻ ശ്രമിച്ചാലും കഴിയുകയില്ല. കാരണം സ്വർഗം ഏലിയാവിൻ്റെ മേൽ അത്രയ്ക്ക് സജീവമായിരുന്നു. സ്വർഗം ഉറ്റുനോക്കുന്നൊരു മനുഷ്യനായിരുന്നു. സ്വർഗം ശ്രദ്ധയോടുകൂടെ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിൽ ഏലിയാവ് ദൈവത്തോട് അടുത്തിരുന്നു. വചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. പറ്റിയിരിക്കാം, പറ്റിയിരിക്കാം. പറ്റിയിരുന്നാൽ വിടുതലുണ്ട്, പറ്റിയിരുന്നാൽ ഉയർച്ചയുണ്ട്. ഹല്ലേലൂയ. തുടർന്ന് മറ്റൊരു മനുഷ്യനെക്കുറിച്ചും കൂടെ പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്ന എലീശ, ഓക്കെ, ആ എലീശ മരണപ്പെട്ട് എലീശായെ അടക്കം ചെയ്തിട്ടുണ്ട്. 2 രാജാക്കന്മാർ 13-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ ഒരു അനുഭവത്തെ നമുക്കവിടെ കാണാം. എലീശ പ്രവാചകൻ്റെ അസ്ഥികൾ കിടന്ന ഒരു ഗുഹയിൽ മറ്റൊരു മനുഷ്യനെ കൊണ്ട് അടക്കം ചെയ്തപ്പോൾ എലീശ പ്രവാചകൻ്റെ അസ്ഥിമേൽ ആ ശവശരീരം തൊട്ടയുടനെ ആ ശവശരീരത്തിൽ ജീവൻ പ്രാപിച്ചൊരു അനുഭവത്തെ കാണുവാനായി കഴിയുകയാണ്. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂറ്റത്തെ കണ്ടിട്ട് അയാളെ എലീശാവിൻ്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു. എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. നോക്കിക്കേ, എലീശ ദൈവ സാന്നിധ്യം പ്രാപിച്ചൊരു മനുഷ്യനാണ്, ദൈവശക്തി നിറഞ്ഞ മനുഷ്യനാണ്, അഭിഷേകം പ്രാപിച്ചൊരു മനുഷ്യനാണ്, ദൈവകൃപയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ഒരു ഡെഡ് ബോഡി ഉയർത്തി നിൽക്കുന്നു. എലീശയ്ക്ക് ദൈവം കൊടുത്ത കാലം കഴിഞ്ഞപ്പോൾ എലീശയെ ദൈവം എടുത്തുകൊണ്ടു. ശരീരത്തോടു കൂടെ അല്ല, തൻ്റെ ശരീരം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ആ ശരീരത്തിലെ അസ്ഥികളിൽ ഒരു ദൈവശക്തി ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ശരീരത്തോടു കൂടെയും എടുക്കപ്പെടാം, അല്ലാതെയും എടുക്കപ്പെടാം. ഏതു രീതിയിൽ എടുക്കപ്പെട്ടാലും ഒരു ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും നമ്മുടെ ശരീരത്തിൽ കർത്താവ് പകരുന്നുണ്ട്. ഈ മൺകൂടാരങ്ങളിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ പകരുകയാണ്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പറഞ്ഞേ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം. ഹല്ലേലൂയ. ഇത് ഞാനിങ്ങനെ പറയിപ്പിക്കുന്നത് എന്തിനാണെന്നാൽ, ഇങ്ങനെ പറയുന്തോറും നമ്മുടെ നാവിൽ തന്നെ ചില ശക്തിയെ കർത്താവ് തന്നിട്ടുണ്ട്. അതിനെ പറയുന്നു, നമ്മുടെ നാവിൽ മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരം നമ്മുടെ നാവിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ജനം പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നാവ് കൊണ്ട് പറയുമ്പോൾ തന്നെ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. അടിക്കടി പറയണം, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. ശരീരത്തിൽ ബലഹീനതകൾ ഉണ്ടാകുമ്പോൾ ദൈവമക്കൾ പറയണം, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. ശരീരത്തിൽ രോഗത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പറയണം, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം. രോഗത്തിന് എൻ്റെ ശരീരത്തിൻ്റെ മേൽ കാര്യമില്ല, ബലഹീനതകൾക്ക് എൻ്റെ ശരീരത്തിൻ്റെ മേൽ കാര്യമില്ല, ക്ഷീണത്തിന് എൻ്റെ ശരീരത്തിൻ്റെ മേൽ കാര്യമില്ല, ഡയബറ്റീസിന് എൻ്റെ ശരീരത്തിൻ്റെ മേൽ കാര്യമില്ല, കൊളസ്ട്രോളിന് എൻ്റെ ശരീരത്തിൻ്റെ മേൽ കാര്യമില്ല, ഒരു ബലഹീനതകൾക്കും എൻ്റെ ശരീരത്തിൻ്റെ മേൽ കാര്യമില്ല. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുള്ളപ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ ആലയമായിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ, എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ബലം വെളിപ്പെടട്ടെ, എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ, എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യം വെളിപ്പെടട്ടെ. അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ ഒരു വിശേഷപ്പെട്ട ദൈവികമായ വിടുതലും വിശേഷപ്പെട്ട ദൈവികമായ ഒരു ബലവും നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ തന്നെ ചില സാക്ഷികളുണ്ട്. ഒരു മാതാവ് അവരുടെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞ അവസ്ഥയിൽ ഒരിക്കൽ അവർ ഒരു അല്പം വെള്ളം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു വാങ്ങിക്കൊണ്ടുപോയി സ്ഥിരം ആ വെള്ളം വെച്ച് കണ്ണിങ്ങനെ കഴുകി തുടങ്ങി. എനിക്ക് തോന്നുന്നു അങ്ങനെ അവർ ചെയ്തപ്പോൾ തന്നെ അവരുടെ കണ്ണിൽ സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സർജറി ഇല്ലാതെ തന്നെ അവരുടെ കണ്ണുകളിൽ ദൈവം നല്ല കാഴ്ചയെ കൊടുത്തു. ആരാണ് ആ മാതാവ്? ആദ്യത്തെ സാക്ഷി ആദ്യം എഴുന്നേറ്റിരിക്കൂ. എഴുന്നേറ്റുന്നോ? അല്ലല്ല, സിസ്റ്റർ ഇരുന്നോ? രണ്ടാമത് വിളിക്കാം. ഇല്ല, അവിടെ നിൽക്കോ. ഓക്കെ, ഇത് ഒന്നാമത്തെ സാക്ഷി. എന്നാൽ ഈ സാക്ഷിയെ സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ ആ സാക്ഷി, വചനം പറയുന്നു, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉരുവാക്കുന്നു, അല്ലേ? ഈ സാക്ഷിയെ സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് മുന്നിലേക്ക് വരാമോ? താങ്ക് യു ലോർഡ് ജീസസ്. നമ്മുടെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കും, ശരീരത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അവർ പ്രാർത്ഥിച്ച വെള്ളം കൊണ്ട് കണ്ണുകൾ കഴുകി. ഓക്കെ, ദൈവം അവരുടെ കണ്ണുകൾക്ക്, ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 77 വയസ്സുണ്ട്. ഓക്കെ, 77 വയസ്സുണ്ട്. 40 വയസ്സായവർ വരെ ഇവിടെ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമുണ്ട്, അല്ലേ? 20 വയസ്സിൽ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ 77ാമത്തെ വയസ്സിൽ ഒരു കണ്ണാടിയും ഇല്ലാതെ നല്ല കാഴ്ചയോടുകൂടെ മാതാവ് നിൽക്കുന്നുണ്ട്. കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ണാടി എടുത്ത് കളയണ്ട, അതിരുന്നോട്ടെ. ദൈവം സൗഖ്യം തരുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് മാറ്റാം. ഓക്കെ, കർത്താവ് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് തരട്ടെ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞോട്ടെ. വെയിറ്റ്, ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഓക്കെ, മോശയെക്കുറിച്ച്, മോശയുടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങിപ്പോകാത്ത നിലകളിൽ നല്ല കാഴ്ചയെ ദൈവം മോശയ്ക്ക് കൊടുത്തിരുന്നു. ആ വചനം ആർക്കെങ്കിലും എടുക്കാമോ? ആവർത്തനം 33
34:7 അല്ലേ? വായിച്ചോ. ഞാൻ ആ കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത്. மோசே மரிக்கிற போது 120 வயதாய் இருந்தான். அவன் கண் இருளடையவும் இல்லை, அவன் பலன் குறையவும் இல்லை. ശ്രദ്ധിക്കുക, ആ വചനം ശ്രദ്ധിക്കൂ. Moses was 120 years old when he died. His eye was undimmed and his vigor unabated. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും, എല്ലാവരും പറഞ്ഞേ കണ്ണ് മങ്ങാതെയും, അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. എത്രാമത്തെ വയസ്സിലാ? 120-ാമത്തെ വയസ്സിൽ. 120-ാമത്തെ വയസ്സിൽ മോശ മരിക്കുമ്പോൾ കണ്ണ് മങ്ങിയിട്ടല്ല, ക്ഷീണിച്ചിട്ടല്ല, ഒരു ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെ പോലെ മോശയുടെ ശരീരത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചിരുന്നു. അതിനൊരു കാര്യമുണ്ട്. മോശയുടെ ലൈഫ് സ്റ്റൈൽ തന്നെയും ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി ഇരുന്നിരിക്കണം. അതിലുപരി ഈ മോശ ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദിവസങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ താൻ സമയം ചെലവഴിക്കാറുണ്ട്. ഹല്ലേലൂയ. 40 ദിവസം സീനായി പർവ്വതത്തിൽ മോശ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അനുഭവങ്ങൾ മോശയ്ക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരുന്നു, മോശ ദൈവത്തോട് കൂടെ ഇരിക്കുന്നു. 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കുന്നു. ജനം നോക്കുമ്പോൾ വലിയ വെളിച്ചം, തീ, ഇടിമിന്നൽ, ഇതൊക്കെയാണ് ദൂരെ നിന്ന് കാണുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഭയാനകരമായ കാഴ്ച. എന്നാൽ അതെല്ലാം മോശയ്ക്ക് അതൊരു ഭയാനകരമായ കാഴ്ചയല്ല. അത് മോശ ആസ്വദിക്കുന്ന അനുഭവങ്ങളിലേക്ക്, അതൊന്നും മോശയെ ഭയപ്പെടുത്തുന്ന കാഴ്ചയല്ല, മോശയെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക്, ഉന്നതമായ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചൊരു മനുഷ്യനായി മോശ മാറി. 120-ാമത്തെ വയസ്സിൽ മോശയുടെ കണ്ണ് മങ്ങിപ്പോയിട്ടില്ല. ഓക്കെ, ഈ മാതാവിന് അല്ലേ ഇപ്പോൾ കാഴ്ചയുണ്ടോ നല്ലവണ്ണം? വെരി ഗുഡ്. കണ്ണാടി വേണോ? വേണ്ട. കണ്ണാടി ഇല്ലാതെ തന്നെ കാഴ്ചയില്ലായിരുന്നു. തിമിരം വന്ന് സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഒരു കണ്ണ് സർജറി ചെയ്തു അല്ലേ? എന്നിട്ടും അത് ശരിയായില്ല. അങ്ങനെ ശരിയാകാതെ വന്നപ്പോഴാണ് വെള്ളം പ്രാർത്ഥിച്ചു വാങ്ങിയത്. ആ വെള്ളം വെച്ച് ഇങ്ങനെ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കണ്ണിലിങ്ങനെ പുരട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ അടുത്ത 1 മാസം കഴിഞ്ഞ് അടുത്ത് നമ്മൾ വിസിറ്റിങ്ങിന് പോകുന്ന സമയത്ത് മാതാവ് പറയുകയാണ്, ഞാനിങ്ങനെ വെള്ളം പ്രാർത്ഥിച്ച വെള്ളത്തെ ഇങ്ങനെ കണ്ണിലിങ്ങനെ പുരട്ടിക്കൊണ്ടേയിരുന്നു, എനിക്കിപ്പോൾ നല്ല കാഴ്ചയുണ്ട്. സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന കണ്ണിൽ സർജറി ചെയ്യാതെ തന്നെ ആ തിമിരം മാറി നല്ല കാഴ്ചയുണ്ടായി. ആ തിമിരമുള്ള 2ാമത്തെ കണ്ണ് 2ാമത് സർജറി ചെയ്തായിരുന്നോ? ചെയ്തില്ല. 1 മാസം മാത്രമേ കണ്ണ് കാണൂ എന്ന് പറഞ്ഞു. ഇപ്പം 3 വർഷമായി. ഇപ്പം കണ്ണിൽ കുഴപ്പമൊന്നും. ഡോക്ടർ പറഞ്ഞു 1 മാസം കൂടെ നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം 3 വർഷമായിട്ട് അതിനേക്കാൾ അധികം കാഴ്ചയോടുകൂടെ അമ്മയുടെ കണ്ണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ സാക്ഷി മാതാവ് വന്ന് പറഞ്ഞപ്പോൾ ജന്മനാ ഒരു കണ്ണ് കണ്ടുകൂടാത്ത മറ്റൊരു മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്താണ്? ജന്മന മറ്റൊരു കണ്ണ് മുഴുവനും കാഴ്ചയില്ലാത്ത ഒരാളിവിടെ ഉണ്ടായിരുന്നു. എന്താ വചനം പറയുന്നേ? ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെയും സ്തോത്രത്തോടും ഏറ്റെടുക്കാമെങ്കിൽ വലിയ ദൈവമഹത്വം നിങ്ങൾ അനുഭവിക്കും. 3 വർഷത്തിന് മുന്നേ ഈ മാതാവ് ഈ സാക്ഷി പറഞ്ഞപ്പോൾ ആ സാക്ഷി കേട്ട് ഈ മാതാവും വെള്ളം പ്രാർത്ഥിച്ചു വാങ്ങി, കണ്ണിൽ പുരട്ടി തുടങ്ങി. എന്ത് സംഭവിച്ചു എന്നറിയാമോ? സിസ്റ്റർ തന്നെ പറഞ്ഞോ, എന്ത് സംഭവിച്ചു? ആയിക്കോട്ടെ. ജന്മന കാഴ്ചയില്ലാതിരുന്ന, കംപ്ലീറ്റ്ലി കാഴ്ചയില്ലാതിരുന്ന ഒരു കണ്ണിന് എന്ത് സംഭവിച്ചു? പറഞ്ഞേ. 40 ദിവസം വരെയും ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിശ്വാസത്താൽ പറഞ്ഞു, എന്നാണോ കുഡന് കാഴ്ച കൊടുത്ത വചനം എന്ന് സഭയിൽ. ഒരു മിനിറ്റ്. ആ ഒരു കണ്ണ് ജന്മന കാഴ്ച ഇല്ലാതിരുന്നതല്ലേ? ജന്മന കാഴ്ച ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വെള്ളം പ്രാർത്ഥിച്ച് ഒഴിച്ചുകൊണ്ടേയിരുന്നു. 40 ദിവസം വരെ ആയപ്പോൾ സഭയിൽ വചനം പറയുവാൻ തുടങ്ങി. യോഹന്നാൻ 9-ാമത്തെ അധ്യായം പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഇടത് കണ്ണിലൊരു തിമിരം ഉണ്ടായിരുന്നു. അത് എപ്പോഴും
ആശുപത്രിയിൽ പോകുമ്പോൾ പറയും തിമിരമായിരിക്കുന്നു, തിമിരമായിരിക്കുന്നു. ഇടത് കണ്ണിൽ തിമിരം, അതായത് കാഴ്ചയുള്ള ഇടത് കണ്ണിൽ തിമിരം, കാഴ്ചയില്ലാത്ത വലത് കണ്ണ്, ഇതാണ് അവസ്ഥ. ഈ കണ്ടീഷനിലാണ് വെള്ളം, പ്രാർത്ഥിച്ച വെള്ളം ഇങ്ങനെ കണ്ണിൽ വിശ്വാസത്തോടെ കർത്താവ് എനിക്ക് സൗഖ്യം തരണമെന്ന പ്രാർത്ഥനയോടുകൂടെ അതിങ്ങനെ പുരട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അടുത്ത് എന്ത് സംഭവിച്ചു കണ്ണിന്? കണ്ണിൽ അന്ന് യോഹന്നാൻ 9-ാം അധ്യായം സഭയിൽ വായിക്കുകയും പാസ്റ്റർ ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഒരു ശക്തി കണ്ണിൽ വന്ന് അടിച്ച് ആ തിമിരം എനിക്ക് ഉരുകി പോകുന്നത് പോലെ എനിക്ക് തോന്നി കണ്ണിൽ. എന്നിട്ട് കാഴ്ചയില്ലാത്ത കണ്ണിന് കാഴ്ച യേശുപ്പൻ നൽകി എന്നെ വീണ്ടെടുത്തു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വത്തെ കൊടുക്കാം. അതുകൊണ്ട് ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനേക നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകളെ സാക്ഷ്യങ്ങൾ പറയാതെ മൂടി വെക്കരുത്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. അവർ പറഞ്ഞ സാക്ഷിയിൽ നിന്നും നിങ്ങൾക്ക് അനേക രഹസ്യങ്ങളെ ഏറ്റെടുക്കാം. ഏത് ബലഹീനമായ അവസ്ഥയിലും ഒരു ദൈവ പ്രവൃത്തിയെ നിങ്ങൾക്ക് പ്രാപിക്കുവാനൊരവസരമുണ്ട്. കാഴ്ചയില്ലാത്ത കണ്ണുകളിൽ കാഴ്ച പ്രാപിക്കാമെങ്കിൽ, തിമിരം ബാധിച്ച കണ്ണിൽ സർജറി ഇല്ലാതെ ദൈവശക്തിയാൽ ഒരു വിടുതൽ പ്രാപിക്കാമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലെ ഏതൊരു ഭാഗത്തിൽ എന്ത് ബലഹീനതകളുണ്ടെങ്കിലും കർത്താവിനെ നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രാപിക്കാമെങ്കിൽ, നിങ്ങളുടെ ജീവിതകാലം മുഴുവനും കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ആശ്രയത്തിലേക്ക്, ഒരു അടുപ്പത്തിലേക്ക് നിങ്ങൾക്ക് പറ്റി വരാമെങ്കിൽ, നിങ്ങളുടെ ബലഹീന ശരീരത്തിലുള്ള ബലഹീനതകളെ കർത്താവ് എടുത്തു മാറ്റും. ഹല്ലേലൂയ. അതിൻ്റെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും കുഴപ്പമില്ല. കർത്താവിനെ കൊണ്ട് കഴിയാത്ത കാര്യം ഒന്നും തന്നെയില്ല. തൻ്റെ മക്കൾക്ക് വേണ്ടി സൃഷ്ടാവിൻ്റെ കരം ചലിക്കുമ്പോൾ ഇല്ലാത്തത് ഉണ്ടായി വരും, ഇല്ലാത്തത് ഉണ്ടായി വരും, ഇല്ലാത്തത് ഉണ്ടായി വരും. തകർന്നു കിടക്കുന്നത് പണിയപ്പെടും, പുതുമയുള്ളതായി മാറും. തകർന്നു കിടക്കുന്നത് പണിയപ്പെടും, ഇല്ലാത്തത് ഉണ്ടായി വരും, പുതുമയുള്ളതായി മാറും. അനാവശ്യമായ വളർച്ചകൾ അപ്രത്യക്ഷമാകും, മുഴകൾ അപ്രത്യക്ഷമാകും, അൺനെസസറി ആയിട്ടുള്ള ഡിഫക്റ്റുകൾ മാറിപ്പോകും. ദൈവം അനുവദിക്കാത്ത ഏതൊരു കാര്യവും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോകും. കിഡ്നി സ്റ്റോൺ ദൈവം അനുവദിച്ചതല്ല. ഡയബറ്റസ് ദൈവം അനുവദിച്ചതല്ല. ഒരു ലിമിറ്റ് കഴിഞ്ഞുള്ള കൊളസ്ട്രോൾ ദൈവം അനുവദിച്ചതല്ല. നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് ദൈവം അനുവദിച്ചതല്ല. നിങ്ങളുടെ ശരീരത്തിലെ ക്ഷീണാവസ്ഥ ദൈവം അനുവദിച്ചതല്ല. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം ദൈവം അനുവദിച്ചതല്ല. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന സാത്താൻ നിങ്ങളെ ഭാരപ്പെടുത്തി, നിരാശപ്പെടുത്തി, നശിപ്പിച്ച് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവപൈതലേ, യേശുവോട് ചേർന്നിരിക്കാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് പറ്റി വരാമോ? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയം എന്ന് വേണം പരിപാലിക്കാമോ? മഹത്വകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലെല്ലാം കർത്താവ് അനുവദിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി പരിവർത്തിക്കുവാൻ നിങ്ങളെ വിട്ടുകൊടുക്കാമെങ്കിൽ മഹത്വത്തെ നിങ്ങൾ കാണും, മഹത്വത്തെ നിങ്ങൾ കാണും, മഹത്വത്തെ നിങ്ങൾ കാണും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മഹത്വത്തെ നിങ്ങൾ കാണും. ആരാധിക്കുന്ന ദൈവജനം മഹത്വത്തെ കാണും. ആത്മാവിൽ സ്തുതിക്കുന്ന ദൈവജനം മഹത്വത്തെ കാണും. വിശ്വസിക്കുന്ന ദൈവജനം മഹത്വത്തെ കാണും. അനുസരിക്കുന്ന ദൈവജനം മഹത്വത്തെ കാണും. There is no doubt. ഒരു സംശയവുമില്ല. വിശ്വസിച്ച് ദൈവവചനങ്ങളെ ഏറ്റെടുത്താൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും, മാനസികമായ മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാകും, ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും.
ബന്ധങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. പ്രവർത്തന മേഖലകളിൽ മാറ്റമുണ്ടാകും. കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. നിങ്ങൾ വസിക്കുന്ന ദേശത്തിൽ പോലും മാറ്റമുണ്ടാകും. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പരിവർത്തിക്കുമ്പോൾ, സ്വർഗം ആ കാര്യങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, വലിയ ദൈവപ്രവൃത്തികൾ അവൻ നിങ്ങൾ നിമിത്തം നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വ്യാപരിക്കും. ഈ വചനം നോക്കാം. ആവർത്തനം 34:7 ഉപാഗമം അല്ലേ തമിഴിൽ. മോശയ്ക്ക് 120 വയസ്സായപ്പോൾ മോശ മരിച്ചു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച കുറവാണെങ്കിൽ, കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം അധികം വെളിപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ കണ്ണുകളുടെ മേൽ വെച്ച് നിങ്ങൾ പറയണം, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകട്ടെ. നിങ്ങളുടെ ചെവികളിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അധികം വെളിപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ ചെവികളിൽ വെച്ച് പറയണം, എൻ്റെ ചെവികൾക്ക് നല്ല കേൾവി ഉണ്ടാകട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഭാഗത്തിലാണോ ബലഹീനതയുള്ളത്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങൾ ആ സ്ഥലത്ത് കൈവച്ച് പറയണം, എൻ്റെ ശരീരത്തിലൊരു സൗഖ്യമുണ്ടാകട്ടെ, എൻ്റെ ശരീരത്തിലൊരു വിടുതലുണ്ടാകട്ടെ. ജയത്തെ എടുക്കുവാൻ, സൗഖ്യത്തെ എടുക്കുവാൻ, വിടുതലിനെ എടുക്കുവാൻ ദൈവമക്കൾക്കൊരു അവസരത്തെ കർത്താവ് തന്നിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ളവൻ, സകലത്തെയും ജയിച്ച യേശു നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളെ അടിമപ്പെടുത്തി വെക്കുവാൻ കഴിയുകയില്ല. അടിമത്വങ്ങളെ ജയിച്ച് അതിൻ്റെ താക്കോലെടുത്ത് പുറത്തു വരുവാൻ ദൈവമക്കൾക്ക് കർത്താവ് ബലത്തെ തരും. വളരെ മനോഹരമായ കാര്യം. മരണം യേശുവിനെ പിടിച്ചു, പാതാളം യേശുവിനെ പിടിച്ചു. യേശു മരണത്തിൻ്റെ താക്കോലെടുത്തു. യേശു പാതാളത്തിൻ്റെ താക്കോലെടുത്തു. മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? താക്കോൽ കർത്താവിൻ്റെ കൈകളിലാണ്. നിന്നെ കുത്തുന്ന വിഷമുള്ള ഏതാണ്? അതിൻ്റെ താക്കോൽ എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അധികാരപ്പെടുത്തും. നിന്നെ നിരാശപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്താണ്? അതിൻ്റെ താക്കോൽ എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അധികാരപ്പെടുത്തും. ഒരു പുതു ബലത്തെയും ഒരു പുതു അധികാരത്തെയും ഒരു പുതു കൃപയെയും കർത്താവ് ആത്മാവിൽ ആരാധിക്കുന്ന, തിരുവചനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ, ദൈവസഭയുടെ മേൽ പകരുന്നു. ക്യാൻസർ ആണോ നിന്നെ അടിമപ്പെടുത്തുന്നത്? ക്യാൻസറിന്റെ താക്കോൽ ദൈവം നിന്റെ കരങ്ങളിൽ തരും. ഏത് ക്യാൻസർ ആണ് നിന്നെ അടിമപ്പെടുത്തുന്നത്, ആ ക്യാൻസറിന്റെ താക്കോലിനെ ദൈവ പൈതലേ നിന്റെ കരങ്ങളിൽ കർത്താവ് തരും. താക്കോൽ എടുക്കുവാനുള്ള ഒരു അധികാരം, താക്കോൽ എടുക്കുവാനുള്ള ഒരു ബലം. പൂട്ടാം, തുറക്കാം, പൂട്ടാം, തുറക്കാം. ഹല്ലേലൂയ. താക്കോൽ കർത്താവ് കരങ്ങളിൽ തരും. ഹല്ലേലൂയ. ഓക്കെ, കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. കർത്താവ് പറഞ്ഞു, ഈ ആലയത്തെ, ഈ മന്ദിരത്തെ പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും എന്ന് കർത്താവ് ആത്മാവിൽ സംസാരിച്ചു. തൻ്റെ ശരീരത്തെക്കുറിച്ചായിരുന്നു കർത്താവ് പറഞ്ഞത്. അവർ യേശുവിനെ ക്രൂശിച്ചു, ശരീരത്തെ തകർത്തു. അവർക്ക് മനസ്സിലായില്ല യേശു തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്ന പല വാചകങ്ങളും, കർത്താവ് പറയുന്ന പല വാക്കുകളും കൂടെയുള്ളവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല, കൂടെയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ആത്മാവിൻ്റെ ഭാഷയിലും ഉന്നതമായ ദൈവിക ജ്ഞാനത്തിലുമായിരുന്നു സംസാരിച്ചത്. കഴിഞ്ഞ നാളുകൾ നമ്മൾ ചിന്തിച്ചു, പീലാത്തോസ് ലോകജ്ഞാനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, പീലാത്തോസ് മാനുഷിക ബുദ്ധിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ, യേശു ആത്മജ്ഞാനത്തിൽ നിന്നും ഉന്നതമായ ദൈവിക ജ്ഞാനത്തിൽ നിന്നുമാണ് യേശു സംസാരിച്ചത്. ഹല്ലേലൂയ. ലോകജ്ഞാനത്തിൽ നിന്നൊരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ, ആത്മാവിൽ ജനിച്ചൊരു ദൈവ പൈതൽ ലോകജ്ഞാനത്തിൽ നല്ല ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്, ലോകജ്ഞാനത്തിൽ നല്ല ഒരു കാര്യത്തെ നോക്കിക്കാണേണ്ടത് അഭിഷേകത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്താലും ദൈവത്തിൻ്റെ കൃപയാലും ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാമെങ്കിൽ ദൈവ പൈതലെ ജയത്തെ നിങ്ങൾ കാണും. സൈന്യത്താലല്ല,
ബലത്താലല്ല, യഹോവയുടെ ആത്മാവാലത്രേ. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ബലത്താലല്ല, യഹോവയുടെ ആത്മാവാലത്രേ. ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ വൻ കാര്യങ്ങളെ ദൈവജനത്തിന് സ്വന്തമാക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. കർത്താവ് പല സന്ദർഭങ്ങളിൽ പലർക്കും പ്രത്യക്ഷനായി ഉയർത്തുന്നതിന് ശേഷം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായി, മറ്റു സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി, പത്രോസിന് പ്രത്യക്ഷനായി, യെരുശലേമിൽ നിന്നും എമ്മാവുസിലേക്ക് നടന്നു പോകുന്ന 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, തോമസ് ഇല്ലാതിരുന്നപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, തോമസും കൂടെ ഇരുന്നപ്പോൾ കർത്താവ് എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി, 7 പേർ ഗലീല കടലിൽ മീൻ പിടിക്കുവാൻ പോയപ്പോൾ അവർക്ക് പ്രത്യക്ഷനായി. അതാണ് നമ്മളിപ്പോൾ വീണ്ടും നോക്കാൻ പോകുന്നത്. ഗലീലയിലെ ഒരു പർവ്വതത്തിൽ വെച്ച് കർത്താവ് 11 പേർക്ക് പ്രത്യക്ഷനായി. 500ഓളം പേർക്ക് കർത്താവ് ഒരിക്കൽ ഒരുമിച്ച് പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. യാക്കോബിനൊരിക്കൽ പ്രത്യക്ഷനായി, പൗലോസിന് പ്രത്യക്ഷനായി, സ്റ്റേഫാനോസിന് പ്രത്യക്ഷനായി, പത്മോസ് ദ്വീപിൽ യോഹന്നാന് പ്രത്യക്ഷനായി. ഇങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അനേകർക്ക് പ്രത്യക്ഷമായ അനുഭവങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ തിബരിയാസ് കടൽക്കരയിൽ ശിഷ്യന്മാരെല്ലാം മീൻ പിടിക്കുവാൻ പോയി ഇരിക്കുകയാണ്. ഓക്കെ, 3-ാം വാക്യം 21-3. ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു പത്രോസ്. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പത്രോസിൻ്റെ ഒരു മീൻ പിടിക്കുന്ന അനുഭവത്തിലാണ് കർത്താവ് പത്രോസിനെ പിടിച്ചത്. ഒരിക്കൽ പത്രോസ് ഇതേ അനുഭവത്തിൽ തന്നെയാണ്. കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അതാണ് പത്രോസിൻ്റെ അനുഭവം. യേശു പറഞ്ഞു, ആഴത്തിൽ നീക്കി വല വീശുവിൻ. പെരുത്ത മീൻകൂട്ടം പത്രോസിന് ലഭിച്ചു. അന്ന് തന്നെ പത്രോസ് വലയും വള്ളവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. യേശു പറഞ്ഞു, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മീൻ പിടുത്തക്കാരനായ പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവനായി കർത്താവ് വിളിച്ചു വേർതിരിച്ചു. എന്നാൽ യേശുവിനെ നഷ്ടപ്പെട്ടുവെന്ന് പത്രോസിന് തോന്നി. അതായത് കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം അവിടെയും ഇവിടെയും കർത്താവ് പലർക്കും പ്രത്യക്ഷനായി എന്ന് ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും പത്രോസ് ഇനി തൻ്റെ ജീവിതം നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ആ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയിലും പത്രോസിന് കർത്താവ് തന്നെ സന്ദർശിക്കുന്ന അതേ ഒരു അനുഭവം വീണ്ടും ഉണ്ടാവുകയാണ്. ഇതുപോലൊരു രാത്രിയിലാണ് പത്രോസ് മീൻ പിടിക്കുവാൻ പോയത്. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. ഇപ്പോൾ 7 ശിഷ്യന്മാർ ചേർന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. ജീവിക്കുവാൻ, ആഹാരം കഴിക്കുവാൻ, അവരുടെ ഉപജീവന മാർഗം നോക്കുവാൻ അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. എന്നാൽ അവരുടെ അനുഭവം ഇതാണ്: രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. 4-ാം വാക്യത്തിൽ, പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശുവിനോട് കൂടെ 3.5 വർഷക്കാലം നടന്ന പത്രോസ്, യേശുവിനെ ശുശ്രൂഷിച്ച് കർത്താവിനോട് കൂടെ നടന്ന പത്രോസ്, കർത്താവ് പറഞ്ഞു കൊടുത്ത വചനങ്ങളെല്ലാം കേട്ട് ഗ്രഹിച്ച് നടന്ന പത്രോസ്, ഉന്നതമായ ആത്മീക അനുഭവങ്ങൾ പ്രാപിച്ച പത്രോസ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട പത്രോസ്, ഈ പത്രോസ് ഇപ്പോഴിതാ ഒരു മീൻപിടുത്തക്കാരനായി പോവുകയാണ്. എന്നാൽ ആ രാത്രിയിൽ അവന് ഒന്നും ലഭിച്ചില്ല. പക്ഷേ യേശു കർത്താവ് ആ പത്രോസിനെ തേടി അതേ തിബരിയാസ് കടൽക്കരയിൽ വീണ്ടും കർത്താവ് വരികയാണ്. എന്താണ് സംഭവിക്കുന്നത്? പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ് എന്താ വിളിക്കുന്നേ? കുഞ്ഞുങ്ങളെ എന്ന്. എന്താ വിളിക്കുന്നേ? കുഞ്ഞുങ്ങളെ. പത്രോസും ശിഷ്യന്മാരും
അവർ കുഞ്ഞുങ്ങളല്ല, അവർ മുതിർന്നവരാണ്. ഭൗതികമായി അവർ മുതിർന്നവരാണ്. പക്ഷേ യേശുവിൻ്റെ മുന്നിൽ ആത്മാവിൽ അവർ കുഞ്ഞുങ്ങളാണ്. കർത്താവ് ഒരു പിതാവിൻ്റെ പൊസിഷനിലും പത്രോസും കൂടെയുള്ളവരും ഒരു കുഞ്ഞിൻ്റെ പൊസിഷനിലുമാണ് നിൽക്കുന്നത്. കർത്താവ് വളരെ സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ്, മക്കളെ, കുഞ്ഞുങ്ങളെ എന്ന് കർത്താവ് വിളിക്കുകയാണ്. ഹല്ലേലൂയ. ചില അപ്പോസ്തലന്മാർ ലേഖനം എഴുതുമ്പോഴും ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഹല്ലേലൂയ. ഇനി ഇത് കേട്ടിട്ട് നിങ്ങളെല്ലാം പരസ്പരം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കണ്ട. ഞാൻ വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ പരസ്പരം പോയി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു കളയരുത്. പക്ഷേ യേശു കർത്താവ് തൻ്റെ ഉന്നതമായ ആത്മീക അധികാരത്തിൽ നിന്ന് തൻ്റെ മക്കളെ താൻ വിളിക്കുകയാണ്, വളരെ ഓമന പേര് ചൊല്ലി വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടാൽ ഓമന പേരുകൾ വിളിച്ചാലും അത് ഏറ്റെടുക്കുവാനൊരു മനസ്സുണ്ടാകില്ല. എന്നാൽ പത്രോസിൽ, ആ ശിഷ്യന്മാരിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ല. യേശുവിനെ നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ അവർ നിൽക്കുകയാണ്. എന്നാൽ ഈ യേശുവിനെ തിരികെ വീണ്ടും പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇവരുടെ ജീവിതയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ പറഞ്ഞു. വീണ്ടും കർത്താവ് പറയുകയാണ്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്താ പറഞ്ഞത്? പടകിൻ്റെ വലതുഭാഗത്ത്. കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടും. രാത്രി മുഴുവനും അധ്വാനിച്ചു. അവിടെ എല്ലാം അവർ വല വീശിയത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരിക്കൽ ആണ് പത്രോസ് അന്ന് വല വീശിയത്. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എങ്കിലും ഒന്നും കിട്ടിയില്ല. പക്ഷേ നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം, നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഇതേ ഒരു അനുഭവം പത്രോസിൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. അന്നൊരിക്കൽ 3.5 വർഷത്തിന് മുന്നേ പത്രോസിൻ്റെ ജീവിതത്തിൽ ഇതേ ഒരു അനുഭവം ഉണ്ടായി. രാത്രി മുഴുവനും അധ്വാനിച്ച് മീനൊന്നും കിട്ടാതെ നിരാശയിലായിരുന്നപ്പോൾ ദൈവപുത്രനായി യേശു എന്ന് പറയുകയാണ്, പടകിൻ്റെ വലതുഭാഗത്ത് വലയിറക്ക്. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. കർത്താവിൻ്റെ വാക്കിന് വില കൊടുക്കുന്നവർ അത്ഭുതങ്ങളെ പ്രാപിക്കും. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ കീഴ്പ്പെടുന്നവർ, ദൈവശബ്ദം ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിക്കുന്നവർ വേഗത്തിൽ ആ പ്രതികൂലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പുറത്തു വരും. എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ബുദ്ധിയിലും ശക്തിയിലും മാത്രം ആശ്രയിച്ച് കാര്യങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിൽ, തകരാറാകുന്ന നിലയിൽ, തകരാറിൽ നിന്നും തകരാറിലേക്കും, ഡാമേജിൽ നിന്നും ഡാമേജിലേക്കും, വഷളാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കൾ, ദൈവസ്നേഹത്തെ അറിഞ്ഞ ദൈവമക്കൾ, ദൈവകൃപ അനുഭവിച്ച ദൈവമക്കൾ, ദൈവത്തിൽ നിന്നും നന്മ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സൈന്യത്താലല്ല, ബലത്താലല്ല, യഹോവയുടെ ആത്മാവാലത്രേ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുവേൻ. അവൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ കർത്താവിൻ്റെ പാദത്തിലുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിലുണ്ട്. ദൈവമക്കളുടെ വായിൽ നിന്ന് വരുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകളെ ഉണ്ടാക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ രൂപാന്തരം പ്രാപിച്ചൊരു ശരീരത്തിൽ യേശു ഇപ്പോൾ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അന്ന് രൂപാന്തരം പ്രാപിക്കാത്തൊരു ശരീരത്തിൽ നിന്നുകൊണ്ടാണ് യേശു ദൈവമഹത്വത്തെ വെളിപ്പെടുത്തിയത്. ഇന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ച് അതിൻ്റെ താക്കോലെടുത്ത് ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും കയ്യിൽ പ്രാപിച്ചവനായി ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു നിന്ന് തൻ്റെ മുന്നിൽ അവൻ അധികാരത്തോടുകൂടെ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, പടകിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എന്തുകൊണ്ടാണെന്നറിയാമോ? ബുദ്ധിയല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. ആമേൻ. ബുദ്ധിയിൽ മാത്രമല്ല ദൈവമക്കൾക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നത്, ദൈവശക്തിയിൽ ചില കാര്യങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കും.
ബുദ്ധിയിലും ലോജിക്കിലും മാനുഷികമായ ഇമോഷൻസിലും മാനുഷികമായ സെൻറ്റിമെൻസിലും അല്ല നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസഭയിലെ ദൈവമക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. പകരം കർത്താവിൻ്റെ പാദത്തിൽ കീഴ്പ്പെട്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റെടുക്കുവാൻ, ദൈവത്തിൻ്റെ വെളിച്ചം ഉള്ളിൽ പ്രാപിക്കുവാൻ ഒന്ന് സറണ്ടർ ആകാമെങ്കിൽ, ഒന്ന് കീഴ്പ്പെടാമെങ്കിൽ വഴികൾ തുറക്കും, വാതിലുകൾ തുറക്കും. ഇല്ലാത്തിടത്ത് ഉള്ളതുപോലെ സ്വന്തമാക്കുന്ന അനുഭവങ്ങളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ യേശു പറയുകയാണ്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിനെന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ അവർ വീശി. എന്ത് സംഭവിച്ചു? മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഇതേ അനുഭവമാണ് അന്നൊരിക്കൽ പത്രോസിൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ താൻ ശിഷ്യനായി മാറുന്നതിന് മുന്നേ പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇപ്പോഴും അതേ യേശു പത്രോസിൻ്റെ അടുക്കൽ വന്നു പറയുകയാണ്, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ. പത്രോസ് ഇക്കാര്യം ബുദ്ധിയിലെടുത്തിരുന്നുവെങ്കിൽ പത്രോസ് വല വീശില്ല. പത്രോസ് പറയും, എനിക്കറിയാം ഈ യേശുവിനൊന്നും അറിയില്ല, ഈ യേശുവിന് തെറ്റിദ്ധാരണയാണ്, ഈ യേശു പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് ബുദ്ധിയിൽ ചിന്തിക്കുന്ന പത്രോസ് വിചാരിക്കും. ലോക മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കുന്ന പത്രോസിന് യേശുവിൻ്റെ വാക്ക് കൈക്കൊള്ളാൻ പറ്റില്ല. ലോക മനുഷ്യൻ്റെ മനസ്സോടുകൂടെ നിൽക്കുന്ന പത്രോസിന് യേശു പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു ആത്മ മനുഷ്യൻ്റെ വിശ്വാസത്തോടും സമർപ്പണത്തോടും യേശുവിൻ്റെ വാക്കുകളെ ഏറ്റെടുക്കാമെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന കാര്യങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുത്താൽ അത്ഭുതം നടക്കും. കർത്താവ് പറയുന്ന വാക്കുകളെ അനുസരിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവ് പറയുന്ന വാക്കുകളെ അതിന് കീഴ്പ്പെട്ടാൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ യേശു പറഞ്ഞു, അതനുസരിച്ചു. എന്ത് സംഭവിച്ചു? മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്നറിഞ്ഞു. പത്രോസിന് എപ്പോഴാണ് ഇത് യേശുവാണ് പറയുന്നതെന്ന് മനസ്സിലായത്? വലിക്കാൻ കഴിയാത്ത നിലയിൽ വലയിൽ മീൻ നിറഞ്ഞപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതൊരു സാധാരണ മീൻപിടുത്തക്കാരനല്ല, ഈ പറഞ്ഞിരിക്കുന്നത് യേശുവാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ ഇതേ ഒരു അനുഭവം പത്രോസിനുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് അവരുടെ കൂടെ ഇരിക്കുകയാണ്. 9-ാം വാക്യത്തിൽ, കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. നോക്കിക്കേ, കരയിൽ എന്തൊക്കെയുണ്ട്? തീക്കനൽ, മീൻ, അപ്പം. പത്രോസ് പിടിച്ചുകൊണ്ടുവന്ന മീൻ വെച്ചിട്ടല്ല കർത്താവിനോട് പാചകം ചെയ്യാൻ, ആൾറെഡി കർത്താവ് പാചകം ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എങ്കിലും അതിൽ നിന്ന് ചിലതും കൂടെ കർത്താവ് ചോദിക്കുകയാണ്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ. വളരെ വലിയ മീൻകൂട്ടം. 11-ാം വാക്യത്തിൽ ആ മീൻകൂട്ടത്തിൻ്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് അവിടെ പറയുകയാണ്. യേശു പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണാം. ഏത് യേശുവിനെ കാണാം? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന യേശുവിനെ കാണാം. നിങ്ങളിൽ എത്ര പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയാം? കരങ്ങൾ ഉയർത്തിക്കേ, നല്ലോണം കരങ്ങൾ ഉയർത്തിക്കേ. ഓക്കെ, ഒരു 25% ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയാം. ബാക്കി ആളുകൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ല. പട്ടിണി കിടക്കേണ്ട ഗതികേട് തന്നെയാണ്. വേണമെങ്കിൽ വല്ലതും ഉണ്ടാക്കി പഠിച്ചോ. ഓക്കെ, ഇപ്പോൾ ഉണ്ടാക്കി തരുന്നവർ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നില്ല. ചില സിറ്റുവേഷനിൽ ആഹാരം വല്ലതും ഉണ്ടാക്കാൻ പഠിച്ചാൽ വിശക്കാതെ കിടന്നുറങ്ങാം, അതല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം. യേശുവിനെ നോക്കുവിൻ, കർത്താവ് പോലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. പ്രാതൽ മീൻസ് ബ്രേക്ക്ഫാസ്റ്റ്. തമിഴിൽ എന്താ വാക്ക്?
12-ാം വാക്യം. തമിഴ്നാട്ടുകാരുണ്ടെങ്കിൽ പറയൂ. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അത് കറക്റ്റ് വേർഡല്ല. ശരി, ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. പ്രാതൽ കഴിക്കുവാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. ഇവിടെ നോക്കൂ, കർത്താവിനെ നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന യേശു, ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിക്കുന്ന യേശു. ഇന്ന് മാനേഴ്സ് ഇല്ലാത്ത ദൈവമക്കൾ ഉൾപ്പെടെയുണ്ട്. അടുത്ത കേടിച്ചു പറഞ്ഞേ, ജീവിതത്തിൽ മാനേഴ്സ് വേണം. ഓക്കെ, മതി, മാത്രം മതി, കൂടുതലൊന്നും പറയണ്ട. കണ്ടാലൊന്ന് ചിരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത, കണ്ടാലൊന്ന് മുഖത്ത് നേരെ നോക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത, ഒന്ന് വിഷ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ദൈവമക്കളുടെയിൽ പ്രൈസ്തലോടോ അതിന് സമാനമായ ദൈവത്തിന് മഹത്വമുള്ള എന്തെങ്കിലും വാചകങ്ങൾ പോലും വാ തുറന്ന് പറയുവാൻ അറിഞ്ഞുകൂടാത്ത. അടുത്ത കൈ പിടിച്ച് പറഞ്ഞേ, കേട്ട് പഠിക്കാൻ പറഞ്ഞേ. ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ചില ആൾ ഉറങ്ങുന്നത് പോലെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ഞാൻ എല്ലാവരും ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ. അതായത് പലതിനും അറിഞ്ഞുകൂടാത്ത, ഒരു യാത്ര പോകുമ്പോൾ യാത്ര പറഞ്ഞിട്ട് പോകുവാൻ അറിഞ്ഞുകൂടാത്ത, യാത്ര ചോദിക്കുവാൻ അറിഞ്ഞുകൂടാത്ത, വിശേഷങ്ങൾ അന്വേഷിക്കുവാൻ അറിഞ്ഞുകൂടാത്ത, ഇങ്ങനെയുള്ള അനേകം മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജനം ഇതിൽ നിന്നെല്ലാം മാറി വരണം. എന്താ എല്ലാവരും ഒരു വല്ലാത്ത ചിരിയിരിക്കുന്നത്? ഇതിൽ നിന്നെല്ലാം മാറി വരണം. ഹല്ലേലൂയ. യേശു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ്, വന്ന് കഴിക്കാൻ പറയുകയാണ്. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ ആളുകളെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ടോ, ഓരോ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. പകരം സംവിധാനം കൂടെ ഒരുക്കി വെക്കണം. ചിലപ്പോൾ ആ ഉണ്ടാക്കുന്നത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊരു ഒരു 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 എന്താണ് ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കണ്ട. വേറെ എന്തെങ്കിലും കഴിക്കാൻ കൂടെ റെഡിയാക്കി വെച്ചേക്കണം. ശരി, ഓക്കെ. പ്രാതൽ കഴിക്കുവാൻ ക്ഷണിച്ചു. കർത്താവ് പറയുകയാണ്, കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. 13-ാം വാക്യം. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ: ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ യേശു, ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ച യേശു, ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്ന യേശു. ഓക്കെ. ഞാൻ ചില വീട്ടിൽ പോകുമ്പോൾ, വിസിറ്റിങ്ങിന് പോകുമ്പോൾ, ആ വീട്ടിലെ ചില കുഞ്ഞുമക്കൾക്ക് മുഖത്ത് നോക്കാൻ പോലും അറിഞ്ഞുകൂടാ. കാരണം മാതാപിതാക്കൾ അവരെ അങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത്. വളർത്തിയതിൻ്റെ ഗതികേടാണ്. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിവരവും ബോധവും ഇല്ലാത്ത മാതാപിതാക്കളായതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഈ ഗതികേടിലിരിക്കുന്നത്. ഐ എം സോറി, ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകരുത്. കണ്ടിന്യൂ ചെയ്ത് പോകുന്നതോറും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫൈൻ. കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ. യേശുവിനെ നോക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി. ഈ ലെവലിലെല്ലാം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായി ഒരു നോർമൽ ഹ്യൂമൻ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളെയും ചന്തമായും ചിട്ടയായും ചെയ്യുന്ന യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, തൻ്റെ നോർമൽ ലൈഫിൽ നിന്ന് താൻ മാറിപ്പോയതിന് ശേഷം, ശിഷ്യന്മാരുടെ ജീവിതം ആ നോർമൽ ലൈഫിൽ തന്നെ ആയതുകൊണ്ട്, ശരീരം വിട്ട് പുറത്തു വരാത്ത, ശരീരത്തിൽ തന്നെ ജീവിക്കുന്ന ശിഷ്യന്മാരായതുകൊണ്ട്, ശരീരം വിട്ട് പുറത്തു വന്ന യേശു, രൂപാന്തരം പ്രാപിച്ച ശരീരമുള്ള യേശു, ശരീരം വിട്ട് പുറത്തു വരാത്ത ശിഷ്യന്മാർക്ക് വേണ്ടി അവരുടെ ലെവലിൽ ഇറങ്ങി അവരുടെ ജീവിതത്തിൻ്റെ നോർമൽ ലൈഫിനെ അംഗീകരിക്കുന്ന നിലകളിൽ, അതിനെ ആദരിക്കുന്ന നിലകളിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്, അവരെ വെൽക്കം ചെയ്യുകയാണ്. മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവരോടൊപ്പം ഇറങ്ങി വന്ന് അവരെ പിക്കപ്പ് ചെയ്ത്, അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അവരെ കറക്റ്റ് ചെയ്ത്, അവരെ ഉന്നതമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ ഒരു സ്നേഹം നമുക്കായി പരിവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് വിഷയമല്ല. നിങ്ങളുടെ ജീവിതം എത്ര തകർന്ന അവസ്ഥയിലായിരുന്നാലും, നിങ്ങളുടെ ജീവിതം എത്ര കൊള്ളരുതാത്ത അവസ്ഥയിലായിരുന്നാലും, കർത്താവിന് നിങ്ങളെ വേണം. കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കായി ചിലത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങൾക്കായി അത് തരുവാൻ റെഡിയായിരിക്കുകയാണ്.
കർത്താവ് നിങ്ങൾക്കായി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് അതിലേക്കായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അതിലേക്കായി വിളിക്കുകയാണ്. അത് തരുവാൻ കർത്താവ് തയ്യാറായിരിക്കുകയാണ്. ആ വിളിയൊന്ന് കേൾക്കാമോ? ആ വിളിയൊന്ന് കേട്ടാൽ നിന്റെ ജീവിതം മാറും. ആ വിളിയൊന്ന് കേട്ടാൽ നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ആ വിളിയൊന്ന് കേട്ടാൽ അലങ്കോലമായി കിടക്കുന്ന അനുഭവങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്നും, നിന്റെ ജീവിതത്തിൽ നിന്നും, നിന്റെ മനസ്സിൽ നിന്നും മാറിപ്പോകും. ആ കർത്താവിൻ്റെ വിളിയൊന്ന് കേൾക്കാമോ? യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, കണ്ണീരെല്ലാം തുടയ്ക്കോ, കൺമണി പോൽ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു അழைக்கிறா, യേശു അழைக்கிறா. യേശു അழைக்கிறா, യേശു അழைக்கிறா. കർത്താവ് വിളിക്കുകയാണ്. ഉന്നതമായ ആത്മീക അനുഭവത്തിൽ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ യേശു വിളിക്കുകയാണ്. കർത്താവ് ഉള്ള ഒരു ജീവിതം, യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതം, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതം, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ അനുഭവമോ അവസ്ഥകളോ ബാക്ക്ഗ്രൗണ്ടോ എന്തു തന്നെ ആയിരുന്നാലും നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ നടത്തുവാൻ, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ, നിന്നെ നിറയ്ക്കുവാൻ, നിന്നെ പണിയുവാൻ, നിന്നെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. ആ വിളിയൊന്ന് കേൾക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിളിയൊന്ന് കേട്ടാൽ മഹത്വകരമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. ആ വിളിയൊന്ന് കേട്ടാൽ വലിയ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ വിളിയൊന്ന് കേട്ടാൽ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല ശരീരത്തിൽ വെളിപ്പെടും. രൂപാന്തരം പ്രാപിച്ച, മരണത്തെ ജയിച്ച, നശിപ്പിക്കുവാൻ കഴിയാത്ത ഒരു ശരീരത്തോടു കൂടെയാണ് യേശു അവരുടെ അടുക്കൽ വന്ന് നിൽക്കുന്നത്. ആമേൻ. അങ്ങനെ ഒരു ശരീരത്തെ ദൈവത്തിൻ്റെ മക്കൾക്ക് കർത്താവ് തരും. യേശു കർത്താവ് രണ്ടാം വരവിൽ വരുമ്പോൾ എന്ന് അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നമ്മുടെ മേൽ അധികം നമ്മൾ അനുവദിക്കുമ്പോൾ എന്ത് മാറ്റം വേണമെങ്കിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഹല്ലേലൂയ. രൂപാന്തരം പ്രാപിച്ചൊരു ശരീരം നമുക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശത്രുവിന് തൊടുവാൻ കഴിയാത്തൊരു ശരീരം, പിശാചിന് തൊടുവാൻ കഴിയാത്തൊരു ശരീരം, പിശാചിന് ജയിക്കുവാൻ കഴിയാത്തൊരു ശരീരം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ശരീരത്തെ കർത്താവ് തൻ്റെ മക്കൾക്ക് തരും. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, കർത്താവിനായി സമയങ്ങൾ വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ശരീരത്തിൽ എന്ത് ബലഹീനതകൾ ഉണ്ടെങ്കിലും വിശ്വസിക്കുവേൻ, മരണത്തെ ജയിച്ച് ആമേൻ ലോകത്തിന് നശിപ്പിച്ച് കളയുവാൻ കഴിയാത്ത ഒരു ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എടുത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ എൻ്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, വലിയ തേജസ് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുവേൻ. അങ്ങനെ ഒരു ശരീരത്തെയാണ് കർത്താവ് നമുക്ക് തരുവാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എടുക്കപ്പെട്ട ഹാനോക്കിനെ നോക്കൂ. ഈ ലോകത്തിൽ നശിക്കുവാൻ ഹാനോക്കിൻ്റെ ശരീരത്തെ ദൈവം വിട്ടുകൊടുത്തില്ല.
ശരീരത്തോടെ ഹാനോക്കിനെ ദൈവം എടുത്തു, രൂപാന്തരപ്പെടുത്തി. ഏലിയാവിനെ കർത്താവ് വിട്ടുകൊടുത്തില്ല, രൂപാന്തരപ്പെടുത്തി. യേശുവും അതുപോലെ മരണമില്ലാതെ കയറിപ്പോകേണ്ടവനായിരുന്നു. എന്നാൽ മരണമെന്ന ആ പാനപാത്രത്തെ കുടിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന ദൈവിക പദ്ധതിയോടുകൂടെ താൻ കടന്നു വന്നിരിക്കുകയാൽ അത് താൻ ഒഴിവാക്കാതെ അത് ഏറ്റെടുത്തുകൊണ്ട് ആ കഷ്ടതയിലൂടെ താൻ കടന്നുപോയിക്കൊണ്ട് താൻ മരണത്തെ ജയിച്ചു പുറത്തു വന്നു. ഹല്ലേലൂയ. മരണത്തെ ജയിച്ച് പുറത്തു വരുന്ന ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. ഒരുപക്ഷെ ശരീരം ഈ ഭൂമിയിൽ നശിച്ചു പോയാലും ആത്മാവിൽ ദൈവജനം ശക്തരായിരിക്കും. എന്നാൽ അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ ശരീരത്തിൽ പോലും വലിയ രൂപാന്തരം സംഭവിച്ച് ഹാനോക്കിനെ പോലെ, ഏലിയാവിനെ പോലെ, യേശുവിനെ പോലെ ശരീരത്തെ ലോകത്തിന്, ഭൂമിക്ക്, മണ്ണിന്, പൊടിക്ക് വിട്ടുകൊടുക്കാതെ വേണം ആ ശരീരത്തെ പോലും രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഹാനോക്കിനെ എടുത്തുകൊണ്ട ദൈവത്തിൻ്റെ ശക്തി, ഏലിയാവിനെ എടുത്തുകൊണ്ട ദൈവത്തിൻ്റെ ശക്തി, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ശക്തി, കർത്താവിലാകുന്ന, ക്രിസ്തുവിലാകുന്ന, പുതിയ സൃഷ്ടിയാകുന്ന, കർത്താവോട് പറ്റിയിരിക്കുന്ന ദൈവജനത്തെ, കർത്താവിനോട് കൂടെ നടക്കുന്ന, നിഷ്കളങ്കരായിരിക്കുന്ന, നീതിമാന്മാരായി മാറുന്ന, പരിശുദ്ധാത്മാവോട് പറ്റി വരുന്ന ദൈവജനത്തെ എടുത്തുകൊള്ളുവാൻ ഇന്നും ആഗ്രഹിക്കുകയാണ്.